പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് CPMൻ്റെ നേതൃയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായി. തിങ്കളാഴ്ച മുതൽ 5 ദിവസക്കാലത്തേക്ക് CPMൻ്റെ നേതൃയോഗങ്ങൾ നടക്കുകയാണ് എന്നുള്ള വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ നേതൃയോഗങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ആകാംക്ഷയോ ആശങ്കയോ ഒന്നും ഉണ്ടായിട്ടാണ് എന്ന് ദയവീത് എൻ്റെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ CPMൻ്റെ നേതൃയോഗങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയും പ്രാധാന്യവും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ ഓർക്കുകയാണ് 2006 മറ്റും അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ CPMൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുമായിരുന്നു ജനങ്ങളുടെ ഇടയിലും പാർട്ടി അണികളുടെ ഇടയിലും ഒക്കെ ഉണ്ടാകുമായിരുന്ന ഒരു ആകാംക്ഷയുടെ അളവും വ്യാപ്തിയും എത്ര വലുതായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്, അന്ന് VS അച്യുതാനന്ദൻ്റെയൊക്കെ കാലഘട്ടത്തിൽ. എന്നാൽ ഇന്ന് കുറേ കാലമായി ഇത് വെറും നനഞ്ഞ പടക്കമായി മാറിയിരിക്കുകയാണ്. പാർട്ടിയുടെ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. എന്തൊക്കെ ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. പിണറായി വിജയൻ എന്തോ പറയുന്നു, അത് തൊണ്ടതൊടാതെ വിഴുങ്ങുന്നു. അങ്ങനെ വിഴുങ്ങി 3 ദിവസമുള്ള കമ്മിറ്റി ഏതാണ്ട് 1.5 ദിവസത്തിനുള്ളിൽ തീർന്നു പോകുന്ന പതിവാണ് കുറേ കാലമായിട്ടുണ്ടായിട്ടുള്ളത്. അങ്ങനെ തന്നെ ഇത്തവണ സംഭവിച്ചാലും വലിയ അത്ഭുതമില്ല എന്ന് ഞാൻ ആമുഖമായി ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. എന്നിരുന്നാലും ഈ നേതൃയോഗങ്ങൾ നടക്കുന്ന സമയത്ത് എനിക്ക് CPMൻ്റെ പാർട്ടി നേതാക്കന്മാരോടും CPMൻ്റെ ലക്ഷക്കണക്കിനായിട്ടുള്ള പാർട്ടി മെമ്പർമാരോടും ദശലക്ഷക്കണക്കായിട്ടുള്ള പാർട്ടി അനുഭാവികളോടും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ പറയാനുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ജൂൺ 4-ാം തീയതി 18ാം ലോക്സഭയിലേക്കുള്ള റിസൾട്ട് പുറത്തു വന്നു. ആ പുറത്തു വന്നതിനെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്താണ്, 18 സീറ്റിൽ UDF, 1 സീറ്റിൽ BJP, 1 സീറ്റിൽ CPM എന്നുള്ള നിലയിലേക്ക് ആണ് അത് പുറത്തു വന്നത്. ഇപ്പോൾ ഈ 18 സീറ്റ് എന്നുള്ളതിന് വലിയ പുതുമയൊന്നുമില്ല. കാരണം 2019 19 സീറ്റ് UDFനായിരുന്നു. ഇപ്പോൾ 18 സീറ്റ് എന്നുള്ള നിലയിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ അന്നും ഇന്നും CPM ഇടതുപക്ഷത്തിന് 1 സീറ്റേ കിട്ടിയുള്ളൂ. അന്നും CPMന് ആലപ്പുഴയിൽ 1 സീറ്റ് കിട്ടി, ഇപ്പോൾ CPMന് ആലത്തൂരിൽ 1 സീറ്റ് കിട്ടി. അത്ര വ്യത്യാസമുള്ളൂ. അന്നും കനൽ 1 തരി, ഇന്നും കനൽ 1 തരി. പക്ഷേ അന്നത്തെ റിസൾട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇന്നത്തെ റിസൾട്ട് എന്നുള്ളതിന് വല്ല സംശയമുണ്ടോ സുഹൃത്തുക്കളെ? അന്ന് വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് അല്ലെ CPMന് തടിതപ്പമായിരുന്നു. കാരണം എന്താ, ശബരിമലയുടെ വലിയൊരു ഒരു കൊടുങ്കാറ്റുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പ്രതീക്ഷിച്ചതിൻ്റെ ഒരു കൊടുങ്കാറ്റുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അന്നത്തെ തടിതപ്പാം. പക്ഷേ ഇന്നത്തെ റിസൾട്ട് അങ്ങനെ തടിതപ്പാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ഇന്ന് അങ്ങനത്തെ പ്രത്യേകിച്ച് തരംഗമോ വേവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത് ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള വിശദാംശങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തവണ മോഡി വിരുദ്ധതയിലൊന്നും ഊന്നിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല ഇവിടെ നടന്നത്. ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഇത്തവണ പിണറായി വിരുദ്ധതയിൽ ഊന്നിയ തെരഞ്ഞെടുപ്പായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത് എന്താണ്? 1.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെയുള്ള ഭൂരിപക്ഷം. ഇത്രയും വലിയ ഭൂരിപക്ഷമൊന്നും ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാൽക്കാശിന് കൊള്ളാത്ത സ്ഥാനാർത്ഥികൾക്ക് പോലും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം, 2.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം, 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം, 1 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം, 3 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥികൾ, UDFൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരമായിരുന്നു എന്നുള്ളത് ഏതാണ്ട് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷേ പിണറായി വിജയൻ അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നേതൃയോഗങ്ങൾ കൂടുമ്പോൾ ആ കൂടുന്ന സമയത്ത് നേതാക്കന്മാരോടും അണികളോടും പറയാനുള്ള ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ഓർമ്മയിലേക്കൊന്നുകൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, പക്ഷേ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് പോലെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശ്രമിക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട്, ചുരുക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അടിസ്ഥാന വർഗം അകന്നുപോയി എന്നുള്ളത് ഒന്ന്. അതായത് ഈ പാർട്ടിയെ പതിറ്റാണ്ടുകളായി നിലനിർത്തിക്കൊണ്ടിരുന്ന വിവിധ വിഭാഗങ്ങൾ, പെൻഷൻ വാങ്ങിക്കുന്നവർ, ദരിദ്രർ, അതിദരിദ്രർ, നിസ്വർ, പല മേഖലകളിലും പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ, അവരിലൊക്കെ വലിയ തോതിൽ ചോർച്ചയുണ്ടായി. ആ ചോർച്ച ഉണ്ടായത് മാത്രമല്ല, ആ ചോർച്ചയിൽ വലിയൊരു പങ്കും BJPയിലേക്ക് പോയി എന്നുള്ളതും വളരെ നിർണായകമാണ്. ആ ചോർച്ച ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, താരതമ്യേന ചോർച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ചോർച്ച UDFയിലേക്കാണ് ഉണ്ടായതെങ്കിൽ ഇന്ന് അടിസ്ഥാന വർഗത്തിൻ്റെ ചോർച്ച BJPയിലേക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ, ഭരണനിർവഹണവും പാർട്ടി സംവിധാനത്തിനെയൊക്കെ തകർത്തു തരിപ്പണമാക്കി തവിടുപൊടിയാക്കി കളഞ്ഞു പിണറായി വിജയൻ്റെ സമീപനങ്ങൾ കൊണ്ടാണ് ഈ ഭരണ സംവിധാനവും പാർട്ടി സംവിധാനവും ഇത്രയും തകർന്ന് തവിടുപൊടിയായിപ്പോയിട്ടുള്ളത്. അതുപോലെ തന്നെ പാർട്ടിയെ പ്രത്യശാസ്ത്ര വർഗപരമായി തന്നെ പാർട്ടിയെ ഈ പറഞ്ഞ പോലെ ശിഥിലീകരിച്ചു, വർഗപരമായി തന്നെ പാർട്ടിയെ മുതലാളിത്തവൽക്കരിച്ചു.
മുതലാളിമാരാണ് ഈ പാർട്ടിയുടെ ദൈവം എന്നുള്ള നിലയിലേക്ക് പിണറായി വിജയൻ അതിനെ കൊണ്ടുപോയി. അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പാർട്ടിയെ ദുരുപയോഗപ്പെടുത്തി. പിണറായി വിജയനും കുടുംബവും ചെയ്ത അഴിമതി ആരോപണങ്ങൾക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി നേതാക്കന്മാരും ഒക്കെ മറുപടി പറയേണ്ടി വന്നു. പിണറായി വിജയനും മക്കളുമൊക്കെ അഴിമതി നടത്തിയപ്പോൾ അവർ നിശബ്ദരായി അർത്ഥശങ്കയ്ക്കിടെ അവർ അർത്ഥഗർഭമായി മൗനം പാലിച്ചപ്പോൾ പാർട്ടി നേതാക്കന്മാർക്ക് ജനങ്ങളുടെ മുമ്പിൽ അതിന് മറുപടി പറയേണ്ടി വന്നു. അതുപോലെ തന്നെ കൊടിയ അഴിമതി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പോകുന്നില്ല. കോവിഡ് കാല അഴിമതി, അതിന് ശേഷം നടന്ന അഴിമതികളുടെ ഒരു പരമ്പര, അതിനകത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെ പെൻഷൻ കൊടുക്കാതിരുന്നത്, അതിപ്പം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ പറയേണ്ടി വന്നു, 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തിട്ടില്ല. പോലീസ് അതിക്രമങ്ങൾ, വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു മുസ്ലിം പ്രീണനം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ. അത് ഏകീകൃത സിവിൽ കോഡ് വന്ന സമയത്തും പൗരത്വ നിയമം വന്ന സമയത്തും ഹമാസ് യുദ്ധം വന്ന സമയത്തുമൊക്കെ വളരെ മ്ലേച്ഛമായി ഈ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ച് തങ്ങളുടെ ഒപ്പം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ അത് തള്ളിപ്പോയി. അത് തെക്കൻ കേരളത്തിൽ ഹിന്ദുക്കളുടെ ഇടയിൽ എതിരായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി, നമ്മളത് കണ്ടു. അതുപോലെ തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നടന്ന പോലീസ് അതിക്രമം, SFIക്കാരുടെ ആക്രമണങ്ങൾ, പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണം, പാർട്ടിയുടെ ക്രിമിനൽ വൽക്കരണം, പാർട്ടി അണികളുടെ ക്രിമിനൽ വൽക്കരണം, ക്യാമ്പസുകളിൽ SFIക്കാർ നടത്തിയ ആക്രമണം, സിദ്ധാർത്ഥൻ്റെ മരണം, പോലീസ് സേനയെ വരിയുടച്ചത്, കരുവന്നൂരിൽ നടന്നിട്ടുള്ള വലിയ കൊടിയ അഴിമതി. അപ്പം ഇതൊക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യാഘാതത്തിൻ്റെ ഫലമാണ് ഈ ഒരു സീറ്റിലേക്ക് ചുരുങ്ങിയത് എന്നുള്ളത് കാണാൻ പാർട്ടി നേതാക്കൾക്കുമാർക്കും പാർട്ടി അണികൾക്കും കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത് മാത്രമേ പറയൂ. പിന്നെ പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. പിണറായി വിജയൻ എന്തോ വലിയ കഴിവുള്ളവനായിരുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ അസംബന്ധമായിരുന്നു എന്ന് തെളിഞ്ഞു. വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു ഭരണാധികാരി മാത്രമാണ് പിണറായി വിജയൻ എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിഞ്ഞ കാര്യമാണ്. അയാളുടെ പ്രതികരണത്തിലൂടെയൊക്കെ നമ്മൾ കണ്ടു. വിമർശിച്ച ഗീവർഗീസ് മാർ കൂറിലോസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള മതമേലധ്യക്ഷനെ വരെ വിവരദോഷി എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടു. ഭരണവിരുദ്ധ തരംഗം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് ഡൽഹിയിൽ വളരെ ചൂടാണല്ലോ എന്ന് പറയുന്നതൊക്കെ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ പാർട്ടി നേതാക്കൾ ഉൾക്കൊള്ളുമെന്ന് വിചാരിച്ചിട്ട് പറയുന്നതൊന്നുമല്ല. ഉൾക്കൊള്ളാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പിണറായി വിജയനെ ഒന്ന് ഇരുത്തി നോക്കാൻ ധൈര്യമുള്ളവർ പോലും ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന കമ്മിറ്റിയിലോ ഇല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ഒരു ജില്ലാ സെക്രട്ടറിമാർക്കും അതിനുള്ള ശക്തിയില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. രണ്ട്, ഈ പാർട്ടിയുടെ ഈ സംഘടനാ സംവിധാനത്തെ മുഴുവൻ പിണറായി വിജയൻ സുസംഘടിതമായി അഴിമതിവൽക്കരിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല. ഇപ്പോൾ ഈ നേതൃയോഗങ്ങളിൽ തന്നെ ചെറിയ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തും, പാർട്ടിയിൽ മാറ്റങ്ങൾ വരുത്തും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ മാറ്റങ്ങൾ വരുത്തും എന്നൊക്കെ പറഞ്ഞ് നല്ല ഭക്ഷണവും കഴിച്ച് സലാം പറഞ്ഞ് 3 ദിവസത്തെ കമ്മിറ്റി ഉണ്ടെങ്കിൽ 1.5 ദിവസത്തെ കമ്മിറ്റി കഴിഞ്ഞ് പിരിയാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിരുന്നാൽ പോലും പാർട്ടി അണികളെങ്കിലും ഇത് കേൾക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അവരുടെ മനസ്സിലെങ്കിലും ഈ കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അവരുടെ ശക്തി എന്താണെന്ന് 2006 അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അവരുടെ ശക്തിയിലുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഈ പാർട്ടിയുടെ 5 ദിവസത്തെ നേതൃയോഗങ്ങൾ കൂടുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പാർട്ടി നേതാക്കന്മാരും പാർട്ടി അണികളും ഒന്ന് മനസ്സിരുത്തി കേൾക്കണം എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ 5 ദിവസത്തെ യോഗം കൊണ്ടെന്തെങ്കിലും മല മറിക്കും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. മല പോലെ വന്ന് എലി പോലെ പോകുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയും മിക്കവാറും എലി പോലെ പോകാൻ തന്നെയാണ് സാധ്യത എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല. എങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ പാർട്ടി നേതാക്കളുടെയും പാർട്ടി അണികളുടെയും അറിവിലേക്കായി ഈ സംഭവങ്ങൾ ഒന്നുകൂടി ഒന്ന് ക്രോഡീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്.